ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് jQuery empty എന്ന മെത്തേഡിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഒരു ഡിവിഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ടാഗിൻ്റെ ഉള്ളിലോ ഉള്ള ഡാറ്റകൾ മുഴുവനായിട്ടും നമുക്ക് ക്ലിയർ ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ jQueryയിലെ empty എന്ന ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ empty എന്ന ടാഗ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിലത്തെ ഓരോ കാര്യങ്ങൾ എങ്ങനെ നമുക്കൊരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ ഇവിടെ നിന്ന് നോക്കാം. ഓക്കെ, ഇവിടെ വന്ന് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ഡിവ് കൊടുത്തിട്ടുണ്ട്. ഈ ഡിവിന് കുറച്ച് ഇൻലൈൻ CSS കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് 150 പിക്സലും ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിലൊരു പോയംസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ലൈന്, അതായത് ഈ പാരഗ്രാഫ് ലൈന് നമുക്ക് എന്താണ് ഇൻസൈഡ് ഡിവിൻ്റെ പുറത്തായിട്ടാണ് വരുന്നത്. ഇൻസൈഡ് ഉള്ളിലായിട്ടാണ് വരുന്നത്. അതേപോലെ ഈ പാരഗ്രാഫ് ഈ ഡിവിൻ്റെ പുറത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളിതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ലൈവ് സെർവർ വെച്ച് ഞാനിത് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് വരുന്നത്. ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഡിവിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും റിമൂവ് ആയി പോയിട്ടുണ്ടാകും. അതേപോലെ ഡിവിൻ്റെ പുറത്ത് വരുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ഇവിടെ വരുന്നുണ്ടാകും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഡിവിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചേർത്തത് അതെല്ലാം ക്ലിയർ ചെയ്ത് പോവുകയും ഡിവിൻ്റെ പുറത്ത് നമ്മൾ കൊടുത്ത കാര്യങ്ങൾ അതേപോലെ തന്നെ അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണ് ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിവ് നമ്മൾ കൊടുത്ത ഈ ഡിവിൻ്റെ പേരാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് .empty. അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ വാല്യൂസും empty ആയി മാറ്റണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒരു പാരഗ്രാഫ് ടാഗ് ഉണ്ട്. അതിൻ്റെ നേരെ താഴെയായിട്ട് നമുക്ക് ഒരു 3 ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഡിവിഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ രണ്ടാമത്തെ ഡിവിഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ഡിവിഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആണ് കൊടുത്തിട്ടുള്ളത്. എല്ലാത്തിനും നമ്മളിവിടെ ഡിവ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ പറയുന്നത് ഡിവ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കൊടുത്ത ഈ ഡിവിൻ്റെ ടാഗാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലിക്ക്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ empty, ഏതിലാണോ നമ്മൾ ആക്ച്വലി ആ സമയത്ത് ക്ലിക്ക് ചെയ്യുന്നത് ആ ഭാഗം മാത്രം എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് കളറും റിമൂവ് ആവും. പോരാത്തതിന് ഇതിലൊരു CSS കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഡിവിൻ്റെ മാർജിൻ 10 പിക്സൽ, അതേപോലെ തന്നെ പാഡിങ് 10 പിക്സൽ, അതേപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സോളിഡ്, അതേപോലെ ഒരു ബോർഡർ ലൈൻസ് കളർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വിഡ്ത്ത് 60 പിക്സലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ലൈവ് സെർവർ വെച്ചിട്ട് ഞാനിതും റണ്ണ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ യെല്ലോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസ് റിമൂവ് ആവും. ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസ് റിമൂവ് ആവും. അതേപോലെ തന്നെ റെഡ് ഷേപ്പിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസും റിമൂവ് ആയി പോകും. അപ്പോൾ ഏതിലാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസ് മാത്രമായിട്ട് റിമൂവ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഡിവ് എന്നിട്ട് ക്ലിക്ക് എന്നിട്ട് ഏതാണോ നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസ് മാത്രമായിട്ട് നമുക്കതിന്ന് റിമൂവ് ചെയ്ത് പോകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ jQueryയിൽ നമുക്ക് empty എന്ന മെത്തേഡ് ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന 2 എക്സാമ്പിളുകളുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.